ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ ആണവായുധ ശേഖരം എവിടൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേലിനറിയാം. പക്ഷേ ഇസ്രായേലിൻ്റെ ആണവായുധ ശേഖരം അതൊരു നിഗൂഢമായി തന്നെ നിൽക്കുകയല്ലേ? അങ്ങനെ കുറേ ആളുകൾക്ക് അറിയാം. അതായത് ഒരു മരുഭൂമിയിലുള്ള ഒരു പ്ലാന്റിലാണ്, നവേദോ ഒരു പ്ലാന്റിലാണ് എന്ന് ഏതാണ്ടൊക്കെ താനും അങ്ങനെ ഒരു നിഗൂഢത, കുറേയൊക്കെ നിഗൂഢത നമ്മൾ കൽപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്രായേലിനെ പറ്റി സംസാരിക്കുക എന്താ വലിയ സംബന്ധം സംസാരിക്കുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. ഇത് അമേരിക്കയ്ക്ക് അറിയാം, റഷ്യക്ക് അറിയാം, ചൈനയ്ക്ക് അറിയാം. അത് ചെറിയൊരു രാജ്യം, അവരെ കൊണ്ട് ചൊളിപ്പിക്കാം. പിന്നെ സബ്മറൈൻസാണ്. സബ്മറൈൻസ് ലോകത്ത് എവിടെ കണ്ടെന്ന് ഏതാണ്ട് കണ്ടുപിടിക്കാനുള്ള സ്പൈ സാറ്റലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അത്തരം നിഗൂഢതൊക്കെ ആരോപിക്കപ്പെടുന്നതാണ്. പക്ഷെ അതിനെ ഹിറ്റ് ചെയ്യാനുള്ള ശേഷി ഇറാനുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. പ്രിസിഷൻ ഹിറ്റ് നടത്തണം, എങ്കിലേ അത് പറ്റുള്ളൂ. അങ്ങനെ പ്രിസിഷൻ ഹിറ്റ് നടത്താനുള്ള ശേഷി ഇറാനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഇതുവരെയുള്ള ഇറാൻ്റെ ഒരു പെർഫോമൻസ് കണ്ടപ്പം നമ്മൾ പ്രതീക്ഷേനൊപ്പമുള്ള ശേഷി ഇറാൻ കൈവരിച്ചിട്ടുണ്ട്. ആ കൈവരിച്ചെന്ന് വെച്ചപ്പം ഇറാൻ ഒരു ഹെർമിറ്റ് സ്റ്റേറ്റ് പോലെ ഒരു ഉപരോധത്തെ വലയം ചെയ്യപ്പെട്ട സ്റ്റേറ്റായി. അപ്പം അതിനിടയ്ക്ക് അവരെ ആരാണ് ഇതിനെ സഹായിച്ചത്? ചൈന ആയിരിക്കും, അമേരിക്ക ആയിരിക്കും, റഷ്യ ആയിരിക്കും, പാകിസ്ഥാൻ ആയിരിക്കും. എന്തായാലും ആരോ അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം അവർ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള 1-2 മിസൈൽസൊക്കെ തന്നെ അത്യന്താധുനിക മിസൈൽസാണ്. അതിൻ്റെ ഗതി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന മിസൈൽസ്. തരം ചെയ്ത സിസ്റ്റം അമേരിക്കയ്ക്കുണ്ട്, താഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്കില്ല് അവർ അക്വയർ ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ ആണവായുധ ശേഖരത്തെ പറ്റി ഞാൻ ചോദിച്ചെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നില്ലേ? ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണ് ചെയ്തത്. അത് ശരിക്കും ഇറാനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് പുതിയ എന്തെങ്കിലും ആണവായുധം അവർ ഉപയോഗിക്കും അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷണത്തിലാണ് എന്നുള്ള എന്തെങ്കിലും അതുമൂലമായിരിക്കുമോ ഇത്തരത്തിലുള്ള ഇത് പ്രയോഗിച്ചത്? അനാവശ്യമായ യുദ്ധമാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഇസ്രായേലിനെ തന്നെ ആവശ്യമായിട്ടുള്ള യുദ്ധം. അവരെ ആ മേഖലയുള്ള മേധാവിത്വം ഉറപ്പിക്കുവാൻ ഈ ഒരു യുദ്ധം അവർക്ക് അത്യാവശ്യമായിരുന്നു. ഇതിനു മുമ്പ് ഇവരങ്ങനെ യുദ്ധം നടത്തിയിട്ടുള്ളത് ഓപ്പറേഷൻ ഓപ്പറ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖ് ഒരു കാലത്ത് ആണവായുധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ ഓപ്പറ വഴി ഇറാഖിലെ ആണവായുധ കേന്ദ്രങ്ങൾ അവർ നശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് എന്താണ്? അപ്പം ഇറാഖ് അവർക്ക് നേരിട്ടൊരു അങ്ങനെ തൊട്ടൊന്നല്ല, പക്ഷെ അവർ ഇറാഖിനെ നശിപ്പിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്തത് പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യം എന്ന് പറയാവുന്നത് ഈ ഇറാനാണ്. അതിനിടയ്ക്ക് പാകിസ്ഥാനെ നശിപ്പിക്കാൻ അവർ ശ്രമിച്ചതാണ് മോദി ദേശായിൻ്റെ സമയത്ത്. പാകിസ്ഥാൻ ആ സമയത്ത് ആണവായുധങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പം അന്ന് ഇന്ത്യയിൽ വന്ന് നേരിട്ട് ഫ്ലൈ ചെയ്ത് പാകിസ്ഥാനിൽ ബോംബ് ചെയ്യാനുള്ള ശേഷിയില്ല അന്നത്തെ അവരുടെ വിമാനങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ വന്ന് റീഫ്യൂൽ ചെയ്തിട്ട്, രാജസ്ഥാനിൽ റീഫ്യൂൽ ചെയ്തിട്ട് പോയിട്ട് വേണം പാകിസ്ഥാൻ ആക്രമിക്കുക. അതിന് ഇന്ത്യ ഗവൺമെൻറ്റിനോട് അവർ അനുമതി ചോദിച്ചു, ഇന്ത്യ കൊടുത്തില്ല. അപ്പോൾ ഇതിനർത്ഥം അതായത് പാകിസ്ഥാനായിട്ട് അവരുമായിട്ട് കിലോമീറ്റേഴ്സ് കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യം ആണവായുധം ഉണ്ടാക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ഇസ്ലാമിക രാജ്യമാണ്. അപ്പോൾ ഇവരുടെ അജണ്ട എന്താണ്? ബേസിക്കലി സാധാരണഗതി പാകിസ്ഥാൻ സൗദി അറേബ്യയ്ക്കോ ഇറാനോ ഒന്നും ആണവായുധം കൊടുക്കില്ല. അത് അവരുടെ ഒരു പൊസഷനായിട്ട്, എൻ്റെ വീട്ടിൽ ബെൻസ് ഉണ്ടെന്ന് പറയുന്നത് മുസ്ലിം വീടുകളിൽ ഞങ്ങളെ വീട്ടിലെ ആണവായുധം ഉള്ളതെന്ന് പറഞ്ഞാൽ അവരൊരു അഭിമാനമായി കൊണ്ടെടുക്കുന്ന കാര്യം. അതങ്ങനെ എളുപ്പമൊന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണ്? ഇറാൻ ആക്ച്വലി ഇസ്രായേൽ ഈസ് പോസിങ് എ ത്രെറ്റ് ടു ഇസ്ലാം. അതാരുടെ കൊട്ടേഷൻ എടുത്ത പോലെയുണ്ട്. ഇസ്ലാമിക ലോകത്ത് നിന്ന് ഇല്ലാതാക്കുക എന്നുള്ള കൊട്ടേഷൻ എടുത്ത പോലെയുണ്ട്. അല്ല അവരെന്തിനാണ് പാകിസ്ഥാൻ ആക്രമിക്കുന്നത്? പാകിസ്ഥാൻ ആക്രമിക്കുന്നത് നമ്മളല്ലേ? പാകിസ്ഥാൻ ആക്രമിക്കുന്നത് നമുക്കാണല്ലോ പാകിസ്ഥാൻ എന്നുള്ള തലവേദന. അവർക്ക് എന്നുള്ള പാകിസ്ഥാൻ തലവേദന. മാത്രമല്ല അവർ അമേരിക്കയുടെ ഏറ്റവും വലിയ അലയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനും അലയാണ്. ഇവിടെയാണ് പ്രശ്നം. അത് സോവിയറ്റ് യൂണിയൻ്റെ അലയൊന്നല്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഒരു 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ മേഖലയിൽ സമഗ്ര ആധിപത്യം ഉണ്ടാക്കണം. 2, ഇസ്ലാമിനെ ഇല്ലാതാക്കുക, പൊളിറ്റിക്കലായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് അവരാരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത് വന്ന പോലെയാണ് അവരുടെ മൊത്തം. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഇറാഖിനെ ആക്രമിക്കുന്നു. ഇവർക്ക് ആണവായുധം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അത് മറ്റുള്ളവരുണ്ടാക്കുമ്പോൾ ഇവർക്ക് പ്രശ്നമാണ്. എന്നാൽ നോർത്ത് കൊറിയ ഉണ്ടാക്കുന്നവർക്ക് പ്രശ്നമില്ല. ഇറാഖ് ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് പ്രശ്നമാണ്. പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് പ്രശ്നമാണ്. ഇറാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ പറയുന്നത് പോലെ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് അവർ പിടിച്ചെടുത്ത് അവരുടേതാക്കിയ ഭൂമി പിന്നെ അവർക്ക് നഷ്ടപ്പെടേണ്ടി വന്നു 2000 വർഷക്കാലം. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ 2000 വർഷം താലോലിച്ച ഒരു സ്വപ്നമാണ്. അപ്പോൾ അവർക്ക് രാജ്യം അവിടെ വേണം. ആ രാജ്യം അവർക്ക് കിട്ടി. നല്ല കാര്യം. ആ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക മാത്രമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ
അവരെ ചുറ്റുമുള്ള രാജ്യങ്ങൾ നോക്കിയാൽ പോയി. എന്തിനാണ് ഇങ്ങേയറ്റത്തുള്ള ഇറാനൊന്നും നോക്കുന്നത്? ഒരുപക്ഷെ അണുവായുധ ശേഖരം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ശേഖരമുള്ളത്. ആയിരക്കണക്കിനുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഒരു നിഗൂഢമായിട്ട് തന്നെ അവരുടെ അണുവായുധം ഇത്തരത്തിലുള്ള ശേഖരം നിഗൂഢമായിട്ടല്ല, അവരൊരു ഡിക്ലെയർഡ് ന്യൂക്ലിയർ പവർ അല്ല, അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അവർ സൗത്ത് ആഫ്രിക്കയുമായിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ ആയിരുന്നു. അങ്ങനെ 70s ആ ഒരു 60s 70s ആ ഒരു സമയത്തിലാണ് റിസർച്ച് മൊത്തം നടക്കുന്നത്. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ്റെ അടുത്തുള്ള കടലിൽ ഒരു ഡബിൾ ഫ്ലാഷ് അമേരിക്കയിലെ ചാര ഉപഗ്രഹത്തിനുണ്ട്. ഡബിൾ ഫ്ലാഷ് എന്ന് വെച്ചാൽ ഈ അറ്റോമിക് എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയത്ത് പിന്നെ ഉണ്ടാകുന്ന ഒരു ലൈറ്റാണ്. ആ ഡബിൾ ഫ്ലാഷ് കിട്ടി. അതിൽ നിന്നാണ് ഇവർ ഇത് വികസിപ്പിച്ചെടുത്തു എന്ന് മനസ്സിലാക്കുന്നത്. കാരണം കടലിൽ വെച്ചാണ് പരീക്ഷണം നടത്തിയത്. പക്ഷേ ഇറാൻ ഇത്തരത്തിലുള്ള ഇപ്പോൾ 8 രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആണവായുധ ശേഖരമുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള. പക്ഷെ ഇറാൻ അതിൽ ഒപ്പുവെച്ചിട്ടില്ല. ആ ഒരു കരാർ ലംഘിച്ചതിൻ്റെ പുറകെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഇസ്രായേലിനെ വെച്ചുകൊണ്ട് അമേരിക്ക നടത്തിയത് എന്ന് തന്നെ പറയാം. ഇതിൽ അമേരിക്കയുടെ ലക്ഷ്യം എന്താണ്? ഇറാനെ ഭയപ്പെടുന്നുണ്ടോ? അവരുടെ പുതിയ എന്തെങ്കിലും അല്ല, അമേരിക്ക ഇറാനല്ല ഭയപ്പെടുന്നത്. അമേരിക്ക അവിടെയുള്ള ഇസ്ലാമിസ്റ്റ് റെജീമിനെ അവർ ഭയപ്പെടുന്നുണ്ട്. കാരണം അവർ അമേരിക്കയുടെ ഒരു ഐഡിയോളജിക്കലായ ശത്രുവാണ്. അപ്പോൾ അമേരിക്കൻ എംബസി വലിയ ആളുകൾ അവർ ബന്ദിയാക്കിയൊക്കെ വലിയ സംഭവങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെയുള്ള ഇസ്ലാമിസ്റ്റ് റെജീമിനെ ഇറാൻ ഭയപ്പെടുന്നുണ്ട്. അവിടെയുള്ള ഇസ്ലാമിസ്റ്റ് റെജീമിനെ തന്നെയാണ് ഇസ്രായേലും ഭയപ്പെടുന്നതെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലായത്. ജനങ്ങൾ ഇതുവരെ അവരെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ ഇസ്ലാമിക് ലീഡർഷിപ്പാണ് അവരുടെ പ്രശ്നം. ഇസ്ലാമിക് ലീഡർഷിപ്പും ആണ്. 2 മുസ്ലിം രാജ്യങ്ങളുടെ കയ്യിൽ അണവായുധങ്ങൾ പാടില്ല. അണവായുധങ്ങൾ പാടില്ല എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ പ്ലാൻ, ജൂതന്മാരുടെ പ്ലാൻ 2000-3000 വർഷത്തെ പ്ലാനാണ്. അവരിന്നിവിടെ ഒന്നുമല്ലാത്തതെന്ന് ഒരു കാലഘട്ടം യൂറോപ്പിൽ ഏറ്റവും അസ്പൃശ്യരായ ജനങ്ങളിൽ നിന്ന് ഇന്നെല്ലാവരും ഐ ആം എ ഫ്രണ്ട് ഓഫ് ജൂ എന്ന് യൂറോപ്പിൽ പറയുന്ന രീതിയിലൊക്കെ അവർ വളർന്നിട്ടുണ്ട്. അത്രയും വർഷത്തെ പ്ലാനിങ് ആണ് അവരുടെ. ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ കാണുന്ന പ്രധാനപ്പെട്ട ത്രെട്ട് എന്ന് വെച്ചാൽ ഇസ്ലാമാണ്. കാരണം ഇവരെപ്പോൾ തന്നെ ഈ സെമറ്റിക് മതങ്ങളിൽ 3 ജൂതമതം, ഇസ്ലാം മതം, ക്രിസ്തു മതം. ഇതിൽ ജൂതമതക്കാർ, ഇസ്ലാം മതക്കാർ ഇത്രയും മതഭ്രാന്തുള്ള ആളുകളുണ്ട്. അവരവരുടെ ഗ്രന്ഥം, അവർക്ക് തോഹ, അവർക്ക് ഖുർആൻ, അത് എന്താണ് അതിനോടുള്ള ഭ്രാന്തമായ അഭിനിവേശമാണ്. അതുപോലെ തന്നെ മോഡേണിറ്റി വന്നിട്ടുണ്ടെങ്കിൽ പോലും ജൂയിഷം എന്നുള്ളത് അവരുടെ ഇത്രയും കാലം അവർ ജൂയിഷ് ഐഡൻറ്റിറ്റി എന്നുള്ളത് ഇത്രയും കാലം അവർ പീഡിപ്പിക്കപ്പെട്ടുണ്ടാക്കി. അത് ശക്തമായിട്ട് അവർ രൂഢമൂലമായി കിടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇസ്ലാമിന് അവരുടെ മേലുള്ള മേൽക്കൈ ഇസ്ലാമിക് ക്രിസ്തുമതം പോലെ ആളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ആളില്ല, അവർക്ക് ആളെ വേണ്ട. അപ്പം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 3 ബോക്സേഴ്സാണ് ഇപ്പോൾ ചുറ്റുമുള്ളത്. 4 ബോക്സേഴ്സ്, 4-5 ബോക്സേഴ്സ് ലോകത്ത് ഇപ്പോൾ ഉണ്ട്. ഒന്ന് ചൈന, ഇന്ത്യയിലെ ഹിന്ദുമതം, ഇസ്ലാം മതം, ജൂതമതം, ക്രിസ്തുമതം. അപ്പോൾ ഈ ബോക്സേഴ്സിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒന്നിനെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് ആദ്യം ലോകാധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരൊപ്പം ചെയ്യുക. ഈ ആദ്യം ഒന്ന് സിംഗിൾ ഔട്ട് ചെയ്ത് മറ്റുള്ളവരുടെ സഹായത്തോട് കൂടിയിട്ട് നിരപ്പാക്കുന്നുണ്ട്. അപ്പം ഇനി ഹരിഹർ നഗറിൽ തോമസ് കുട്ടീനെ അപ്പുക്കുട്ടനും പോയിന്ന കുട്ടിയെല്ലാം കൂടി അടിച്ചിടുന്ന പോലെ അതിനുശേഷം അവരെ പോലെ അടിയാവും അല്ലേ? സിനിമ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇസ്ലാമിനെ അടിച്ചിടുക എന്നുള്ളതാണ് ഐഡിയ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയോ അതല്ലെങ്കിൽ ചൈനയോ നിന്ന് കൊടുക്കുന്നില്ല. അമേരിക്ക ഇവരും കൂടി കൂടിയിട്ടാണ് ചെയ്യുന്നത്. ക്രിസ്ത്യൻ അമേരിക്കയുടെ ക്രിസ്ത്യൻ പറയില്ല. ഒരു അവരാ വിശ്വാസത്തിലുള്ളതുകൊണ്ട് മാത്രം പറയില്ല. ക്രിസ്ത്യാനിറ്റി അങ്ങനെ മതം ഞാൻ കരുതുന്നില്ല. ബേസ്ഡ് ഓൺ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ആളുകൾ വ്യത്യസ്തരായിരിക്കും. അപ്പം അതിൻ്റെ ഭാഗമാണത്. അപ്പം എന്നിട്ട് അതിനുശേഷം അടുത്തത് അവർ ചൈനയിനത്തിലല്ല ഇന്ത്യനെ തകർക്കുന്നുണ്ട്. അതിനുള്ള പണി ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇസ്രായേൽ സുഹൃത്താ മതങ്ങൾ വിശ്വസിക്കുന്നത് വേണ്ട. ഇതിൽ വലിയ സുഹൃത്ത് അറബികളാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്തത്. ഇവിടുത്തെ ഹിന്ദുക്കൾ കഴിഞ്ഞാൽ അവരെ മൊത്തം വേട്ടയാടിയുന്ന വേറെ ചിലരാണ്. ഇപ്പം അറബികളെ നെഞ്ചത്തോടാണ് ഏറ്റവും മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഇസ്രായേൽ കൃത്യമായിട്ട് ഇറാന്റെ പല അണവായുധ നിലയങ്ങളിലേക്കും ആക്രമണം. പക്ഷെ തിരിച്ച് ഇറാൻ എന്തുകൊണ്ട് അത് കൃത്യമായിട്ട്, കാരണം അത് ചിന്നിച്ചെതറി പോകുക അല്ല പറഞ്ഞു. അല്ലല്ല, ഇവർക്ക് പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താനുള്ള ശേഷിയുണ്ട്. അമേരിക്കയല്ലേ ബാക്കിങ്, മറ്റൊരു അതിനുള്ള ശേഷിയില്ല. അവിടെ എത്തിക്കാനുള്ള ശേഷിയുള്ളൂ. അതുകൊണ്ടാണ് അവർ പബ്ലിക്കിനെ ആക്രമിക്കുന്നത്. ഇവർക്ക് അതിനുള്ള ശേഷിയുണ്ട്. ഇവർ നേതാക്കന്മാരെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ. അത് ശേഷിയുടെ കാര്യമാണ്. ഇസ്രായേലിന് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. അല്ല, ഇസ്രായേൽ എന്ന് വെച്ചാൽ അമേരിക്ക തന്നെ വായിക്കണം നിങ്ങൾ. അവരുടെ ആയുധങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവരായിട്ട് ഡെവലപ്പ് ചെയ്ത ആയുധങ്ങളുണ്ട്. ഇവർ ഈ പ്രതിരോധത്തിനിടയിലൊക്കെ ഒരുവിധ സാധനങ്ങൾ ഒപ്പിച്ചെടുക്കുന്നതാണ്. അത് അത്ര പൊസിഷൻ ആവണമെന്നില്ല. അപ്പം അമേരിക്കയാണ് ഇസ്രായേലൊക്കെ ആക്രമിക്കുന്നത്. പൊസിഷൻ സ്ട്രൈക്ക് ആയിരിക്കും. അണവായുധ കേന്ദ്രങ്ങൾ മാത്രമേ അവരാക്രമിക്കുള്ളൂ. അതാണ് എൻ്റെ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.